ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും മഹാന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് കസറത്തു സ്വംത് വന്നുത്ഖു ബിൽ ഹിക്മത്തി തസ്ഖീറൻ അല ത്വാലിബി. മൗനം നല്ല ഉണ്ടാവും. എല്ലാത്തിനും കളകള വളവള എന്ന് പറഞ്ഞ ഉത്തരക്കൂലി നല്ല മൗനം ഉണ്ടാവും. സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ജ്ഞാനം കൊണ്ട് സംസാരിക്കുള്ളൂ. ആയതിനാണ് തസ്ഖീറൻ അല ത്വാലിബി, അന്വേഷിച്ചു വരുന്ന ആളുടെ മേലിൽ എളുപ്പമാവാൻ വേണ്ടി. ഇതിങ്ങനെ കുറെ ചോദിച്ചു കുത്തുന്ന വർത്താനം പറഞ്ഞ മുഷിപ്പ് വരും, അത് അപകടമാണ്. പിന്നെ കുറെ വളവളാന്ന് പറയാതെ തത്വം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ തത്വങ്ങളും ചിന്തകളുമുള്ള ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കും. നളീറ അത് ഏതുപോലെ വെച്ചാൽ നളീറ ഖൗരി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ വാക്ക് പോലെയാണത്. എന്താ ഉഅ്തീതു ജവാമിഅൽ കലിമി, എല്ലാം കൂടി കൂട്ടി ആശയം ഉൾപ്പെടുത്തി ഒരുപാട് വചനങ്ങൾ ചുരുക്കിയിട്ട് സംസാരിക്കുക. അങ്ങനെ എല്ലാം കൂട്ടി ഉൾപ്പെടുത്താൻ പറ്റുന്ന കലാം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വഖുതുസ്റലിൽ കലാം ഇഖ്തിസാറൻ, സംസാരം എന്നുള്ളത് എനിക്ക് വളരെ കുറക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം അതിൽ ഉൾക്കൊള്ളും. ആ നിലക്കുള്ള കഴിവ് അള്ളാഹു തആലയ്ക്ക് തന്നിട്ടുണ്ടെന്ന് റസൂൽ പറയുന്നു. അതുപോലെ നമ്മൾ സമർത്ഥിക്കുക, അതുപോലെ നമ്മൾ പരിശ്രമിക്കുക. നബിയാകാൻ നമ്മൾ കൊണ്ട് പറ്റൂലല്ലോ. കാന അബുൽ ഹസൻ ഹർവി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, എന്ത് തുഹയ്യിജുൽ ഹിക്മത മിൻ അർബഇ ഹിസാൽ, 4 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ഹിക്മത്ത് ഇങ്ങനെ ഇളകി പുറപ്പെടുന്ന തഹീജുൽ ഹിക്മത്ത്, ഇളകി പുറപ്പെടുന്ന ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാല് നല്ല ഉപകാരപ്രദമുള്ള ജ്ഞാനം എന്നർത്ഥം. ഉപകാരപ്പെടുന്ന ചുരുങ്ങിയ രീതിയിലുള്ള ആശയം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹിക്മത്തുകൾ, അത് ഹിക്മത്തുണ്ടെന്ന് പറയുന്നത് അത് തത്വങ്ങൾ. അത് ഇളകി പുറപ്പെടുന്ന 4 കാര്യം ഉണ്ടായാൽ മതി. 1, അന്നദുമു അലൽ ദംബി, ചെയ്ത തെറ്റിനെ മേൽ ഖേദം വേണം. 2, വൽ ഇസ്തിഇദാദുൽ മൗതി, മരണത്തിന് വേണ്ട ഒരുക്കം വേണം. 3, ഖുലൂവുൽ ബത്നി, വയറ് നിറക്കൽ ഒഴിവാക്കണം, കാര്യമാക്കണം. ഒറ്റ കാര്യമാക്കല്ല, ആവശ്യത്തിന് കഴിക്കുക, എന്നാ ഓവറാവരുത്. സുഹബത്ത് സുഖാദി ദുനിയ, ദുനിയാവിൽ സാഹിദീങ്ങളായി ജീവിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്, അവരുടെ കൂടെ കൂടണം. ഈ 4 കാര്യം ഒരാളിലുണ്ടെങ്കിൽ അയാൾ നല്ല ഹിക്മത്തേ ഉണ്ടാവുള്ളൂ. അത് സംസാരിക്കുന്നതും അവളുടെ പ്രവർത്തികളും എല്ലാം ഒരു ഉപകാരമുള്ള രീതിയിലുള്ള നല്ല തത്വജ്ഞാനങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിനാരും വേണം. ഫഖാല സുഫിയാനി സൗരി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ഇഷ്തഗല മുഹമ്മദ് ബിൻ യൂസുഫ് റഹ്മഹുല്ലാഹു തആല ബിൽ ഇബാദത്തി, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം കൊണ്ട് ശൂലായവരായിരുന്നു മഹാനവറുകൾ. അങ്ങനെ ഔറത്തുകൾ ഹിക്മ, അങ്ങനെ മഹാനവറുകൾക്ക് ആ ജോലിയാവൽ തന്നെ ഹിക്മത്തിനുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യം ഹിക്മത്തിലൂടെ കിട്ടാൻ മഹാൻ കൊണ്ട് കഴിഞ്ഞു. അത് നല്ല കാര്യമായതുകൊണ്ടാണ്. വസ്തഗൽന, നമ്മൾ ജോലിയായിരിക്കുന്നത് കിതാബിൽ ഇൽമി, കിതാബത്തിൽ ഇൽമി, ഇൽമി ഇങ്ങനെ എഴുതലാണ്. കിട്ടിയ അറിവിങ്ങനെ എഴുതി വെക്കും. നമ്മളെ ജോലി ആവില്ല. അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോ ഔറസത്തിനൽ ഹുസൂമാത്തു, തർക്കങ്ങൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ യഅ്നിബി ദാലിക്കൽ ജിദാൽ, അത്തരമൊരു തർക്കങ്ങൾ ഉണ്ടാവും. ഒരുപാട് ആൾക്കാരെ മൊഴികൾ ഉണ്ടാവും തർക്കിച്ച. ആ തർക്കങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചപ്പോ നമുക്ക് തർക്കങ്ങൾ കുറെ കിട്ടിയെന്നല്ലാതെ ഹിക്മത്ത് കിട്ടിയിട്ടില്ല. ഈ ഭാഗത്തുകൊണ്ടാണ് ഹിക്മത്ത് കിട്ടുക. പിന്നെ വക്കാന യഹിയ്യബ്നു മുആദ് റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, തഹിബുൽ ഹിക്മത്തു മിനസ് സമായി, ഉപരിലോകത്തുനിന്ന് ഹിക്മത്ത് അള്ളാന്റെ ഭാഗത്തുനിന്ന് ഇൽമ് ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ നല്ല ഉപകാരമുള്ള പ്രഭ ഒളിവുള്ള ഇൽമ് ഇങ്ങനെ കിട്ടും. ആ യുക്തിയായ ഇൽമ് ഇങ്ങനെ ഇറങ്ങി വരും. വലാ തൻസിലു അലാ ഖൽബിൻ ഫീഹിൽ അർബഉ ഖിസാൽ, ഫീഹി അർബഉ ഖിസാലിൻ, 4 കാര്യം ഒരാളെ മനസ്സിലുണ്ടെങ്കിൽ അത്തരം ഒരാളുടെ മേലിൽ ആ ഹിക്മത്ത് ഇറങ്ങി വരൂല. 1, അർറുക്കൂനില ദുനിയ, ദുന്യാവിലേക്ക് ചായ, ദുന്യാവ് നേടണം, ദുന്യാവിനെ മോഷിച്ചിങ്ങനെ നടക്കുക. അതിലെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അത് നേടാൻ പറ്റുന്ന ഹിക്മത്ത് എന്തൊക്കെ? ഇങ്ങനെ റുക്കൂന് ദുന്യയിലേക്ക് ഉണ്ടെങ്കിൽ ഓരോ കാര്യത്തിൽ ഹിക്മത്തില്ല. പിന്നെ ഹമ്മി ഒദിൻ, നാളെ ഇപ്പോ എന്തായിരിക്കും, തുടങ്ങാറായല്ലോ, ഈ നാളേക്കുള്ളതാ ഒരു മനപ്രയാസം ചുമന്ന് നടക്കുക, ഓറും ഹിക്മത്ത് കിട്ടൂല. ഹസദുൽ യഖീൻ, സഹോദരന്മാരുടെ അസൂയ വെക്കുക, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയ വെച്ചാലും അതും അങ്ങനത്തെ ആൾക്കും ഹിക്മത്തില്ല. പിന്നെ സറഫിൻ അലന്നാസി, ജനങ്ങളെക്കാളൊക്കെ എനിക്കൊരു മികവ് വേണം, എല്ലാവരുടെ ഇടയിൽ എന്റെ പേരൊന്ന് കാണണം, ഞാൻ വലിയ ആളാവണം, എല്ലാരും എന്നെ അംഗീകരിക്കണം,
എല്ലാവരും സ്നേഹിക്കണം, അവിടെ ആരും നോക്കണ്ട, ഈ ഒരു ചിന്തയുമായിട്ട് പെരുമാറുക. ഇത്തരം ആളുകൾക്ക് എന്ത് കിട്ടൂല? അള്ളാന്റെ ഭാഗത്ത് ഹിക്മത്ത് കിട്ടൂല. ഫമൻകാനബി ഹസ്രത്തു മിൻ നാദിഹി, ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ പലാ തദ്ഖുലു ഖൽബി ഹിക്മത്തുൻ, അവന്റെ ഹൃദയത്തിൽ ഒരു ഹിക്മത്തും ഉണ്ടാവില്ല, തത്വങ്ങളും ഉണ്ടാവില്ല, തത്വജ്ഞാനം ഒന്നും ഉണ്ടാവില്ല. പിന്നെ വരുന്നതും ഒക്കെ പൊട്ടത്തിലേക്കാരെന്ന് അർത്ഥം. ഫമിൻ ജുംലത്തി ഹിക്കമിഹിം റളിയല്ലാഹു അൻഹു, അത് മഹാന്മാരുടെ ഹിക്മത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഖൗലു ഹാത്തമിൽ അസം റഹിമഹുല്ലാഹു തആല. മഹാൻ അവർ പറഞ്ഞ വാക്ക് എന്ത്? ലാ തൻദുർ ഇലാ മൻ ഖാല വൻദുർ ഇലാ മാ ഖാല എന്നാ പറഞ്ഞത്. പറഞ്ഞ വാക്ക് എന്താണ് നോക്കിക്കോ, പറഞ്ഞ ആളെ കൊള്ള നോക്കണ്ട. പറഞ്ഞ വാക്കിൽ തത്വമുണ്ട്, അത് ശ്രദ്ധിച്ചോ, ആളെ കൊള്ള നോക്കേണ്ടതില്ല. ഒരു വാക്ക് ഒരു ഹിക്മത്താണ്. വഖുദുൽ ഹിക്മത ഹൈസു വജത്ത ഫഇന്നഹ ളാലത്തുൻ. വഖുദുൽ ഹിക്മത, ഹിക്മത്ത് എന്ന സാധനം പിടിച്ചെടുത്തോ. ഹൈസു വജത്ത, അത് എവിടെ നിനക്ക് കിട്ടുമോ അവിടെ പോയിട്ട് ഹിക്മത്ത് നേടിക്കോ. ഫഇന്നഹ ളാലത്തുൽ മുഅ്മിനി, അത് മുഅ്മിന്റെ വീണുപോയ സ്വത്താണ്, ആ സ്വത്താണ് നേടിയെടുക്കേണ്ടത്. ഫൈദാ വജത്തഹ, അത് നിനക്കെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കയ്യത, അത് വേണ്ടതുപോലെ ചെങ്ങലക്കിട്ട് ബന്ധസ്ഥമാക്കിക്കോ. എന്നിട്ട് പിന്നെ വേറെ വീണ് പോയതുണ്ടാവും. ഈ തത്വങ്ങൾ എളുപ്പം കിട്ടൂലല്ലോ. അപ്പൊ തത്വങ്ങൾ പറയുമ്പോൾ പറയുന്ന ആള് എന്നത് വേഗം റെഡിയാക്കാൻ വെക്കോ. ഇനി വേറൊന്ന് കിട്ടും, അപ്പൊ അതും റെഡിയാക്കാം. അങ്ങനെ ഹിക്മത്ത് തേടി നടന്നാൽ നമുക്ക് ജീവിതങ്ങൾ ശുദ്ധമായി കിട്ടും, എന്തിനും ഒരു തത്വങ്ങൾ കിട്ടും, നമ്മളെ വിജയത്തിലേക്ക് എത്താൻ കഴിയും, നമ്മൾ നല്ലത് കാണാനും കഴിയും. അതിന് ഹിക്മത്ത് തന്നെ വേണം. കുയുക്തിയല്ലേ പറഞ്ഞിട്ടോ. ഒമിൻഹ, അതേ ഹിക്മത്തിൽ പെട്ടതാണ് ഖൗലുൽ ഇമാമി അബി ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക് എന്താണത്? മൻ റളിയ ബിദൂനി ഖദ്രിഹി റഫഅല്ലാഹു ഫൗക ഓയത്തിഹി എന്ന്. വല്ലവരുത്തനും അള്ള കഴിവ് കൊടുത്തുകണെങ്കിൽ ആ കഴിവിന് താഴെയുള്ളതോട് ചിന്തിക്കണം. താഴെ പടിയുള്ളത് ചിന്തിച്ചാൽ അള്ളാഹു അവനെ അങ്ങേയറ്റത്തേക്ക് ഉയർത്തി കൊണ്ടുപോകുന്ന. അവങ്ങനെ ഉയരണമെങ്കിൽ താഴെ പടിന് ചിന്തിക്കുക, ഇത് തത്വമാണ്. അപ്പൊ ഖൗലുഹു അലൈക ബിൽ ഹിക്മത്തി ഫഇന്നഹാ തുജ്രിസുൽ മസാകീന വജാലിസുൽ മുലൂക്കി എന്ന. ഇതൊരു ഹിക്മത്തിന്റെ വാക്കാണ്. നീ ഹിക്മത്ത് നല്ലോണം ശ്രദ്ധിച്ചു വെച്ചു, നല്ലോണം അറിവുണ്ടാക്കാൻ നോക്കിക്കോ. ഹിക്മത്തിന്റെ അറിവ് വേണം, ഏടുകളുടെ അറിവ് മാത്രം പോരാ, ഹിക്മത്ത് ഉണ്ടാവണം. എന്താ കാരണം? അങ്ങനെ ഉണ്ടായാൽ സാധുവായ മനുഷ്യന്മാർക്ക് ഇത്രയും ഹിക്മത്ത് ഉണ്ടെങ്കിൽ അവരൊക്കെ രാജാക്കന്മാരുടെ പദവിയിൽ ഇരുത്തുന്ന, അതാണ് ഹിക്മത്തിന്റെ സ്ഥാനം. അപ്പൊ നല്ല വിജ്ഞാനാണത്. അള്ളാന്റെ പ്രഭ, ആ പ്രഭ ഇരിക്കണമെങ്കിൽ നല്ലവരായിരിക്കണം. അത് കിട്ടിയ ആൾക്കാരാണ് ഈ മഹാന്മാര്. അതുകൊണ്ടല്ലേ ഓരിങ്ങനെ പറയുന്നത്. ഓമിൻ ആ ഹിക്മത്തിൽ പെട്ടതാണ് ഖൗലു അഖ്സമ ബിൻ സ്വൈരി റഹിമഹുല്ലാഹു തആല. മഹാൻ അവർ പറഞ്ഞ വാക്ക് അൽ ഇൻഖിബാലു അനിന്നാസി മക്സബത്തുൽ ലിൽ അദാവതി വൽ ഇൻബിസാതു ഇലൈഹിം മുജ്ലിബത്തുൽ ലിഖരീനി സൂ വകുൻ ബൈനൽ മുൻഖബിലി വൽ മുൻബസിതി എന്നാണ്. എന്താ മഹാൻ പറഞ്ഞത് അറിയാം? ജനങ്ങളെയും തൊട്ട് പാടെ മാറി നിൽക്കരോട് ബന്ധമില്ലാതെ മാറി നിൽക്കല്. അതെന്താവും? ശത്രുതയെ മുക്സബിത്തുന്നത് ഉണ്ടാക്കിയിട്ടു. ശത്രുത അതിന് വരിക, ഇടയ്ക്കൊക്കെ ഒന്ന് ബന്ധപ്പെടണമെന്ന് അർത്ഥം. അതുപോലെ അവരിലേക്ക് പറ്റ അയഞ്ഞാൽ ചെല്ലുക ജനങ്ങളിലേക്ക്. അങ്ങനെ ചെന്നാൽ ചീത്ത കൂട്ടുകെട്ടിനെ വലിച്ചു കൊണ്ടുവരും. അപ്പൊ ചീത്ത ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറ്റൂല. പിന്നെ എങ്ങനെ ആയിരിക്കണം? പറ്റ അകന്നും പോകരുത്, പറ്റ അയും ചെയ്യരുത്. രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യത്തിലായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? ഹിക്മത്ത് കിട്ടുകയുള്ളൂ. ഇതൊരു ഹിക്മത്തിന്റെ വാചനമാണ്. അതുപോലെ തന്നെ ഒമിൻഹ ഹിക്മത്തിൽ പെട്ടതാണ് ഖൗലുൽ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ഇമാം ശാഫിഈ തങ്ങളുടെ ഖൗല് അഖല്ലുന്നാസി ബിദ്ദുനിയ റാഹത്തൽ ഹുസ് അഖല്ലുന്നാസി ബിദ്ദുനിയ റാഹത്തൻ അൽ ഹുസൂദ് അൽ ഉഖൂദ്. ആരാണ് ദുനിയാവിൽ വെച്ച് ഏറ്റവും സുഖം കുറഞ്ഞ ആൾക്കാരാണ്? അസൂയ വെച്ച ആൾക്കാരും പോലുള്ള ആൾക്കാരും. ഇവരാണ് പിന്നെ വളരെ സുഖം കുറഞ്ഞവരും. അങ്ങനെ കുറെ സ്വത്ത് കുറയൊന്നുമല്ല പേരർത്ഥം. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹിക്മത്ത്. വഖാല റജുലി അഹ്നബ് ബിൻ ഖൈസ് റഹിമഹുല്ലാഹു തആല. ഇമാം ഷാഫി തങ്ങള് അഹ്നബ് തങ്ങൾ അല്ല, ഒരാൾ വന്നിട്ട് അഹ്നബിനോട് ചോദിച്ചു, ഇന്നി അറാക യാ അഹ്നബ് അഅ്വർ. അല്ല അഹ്നബ്, നിങ്ങൾ കണ്ണുപൊട്ടിയ ആളായിട്ട് ഞാൻ നിങ്ങളെ കാണുന്നു. പിന്നെ ഫബിമ സവ്വദക ഖൗമുക അലൈഹിം, ജനങ്ങളൊക്കെ പാടെ നിങ്ങളെ അവരുടെ മേലിൽ നേതാവാക്കിയത് എന്തുകൊണ്ടാണ്? അപ്പൊ മനസ്സിലായി, കണ്ണുപൊട്ടിയ ആളാണല്ലോ. എന്നിട്ട് ജനങ്ങൾക്ക് നേതാവ് നിങ്ങളായും ചെയ്തല്ല. എന്താണ്?
വഖാലു, അപ്പൊ ഇയാളോട് അഹ്നഫ് പറഞ്ഞു, ലി കൗനി ലം അസ്തഗിൽ ഇല്ലാ ബിമാ യഅ്നീനി ഫഖത്ത്. എനിക്ക് എന്താണോ ആവശ്യമുള്ളത്, എനിക്ക് എന്താണോ വേണ്ടത്, അത് മാത്രമേ ഞാൻ ജോലിയാകാറുള്ളൂ. വേണ്ടാത്തിരുന്നുമ്പോൾ ഞാൻ ഇടപെടാറില്ല. വേണ്ടത് മാത്രമേ ഞാൻ ജോലിയാകുള്ളൂ. അതുകൊണ്ടായിരിക്കാം. കമസ്തഗൽത അൻത ബിമാ ലാ യഅ്നീക, തനിക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ കൊണ്ടും തന്നെ കരുതാത്ത, തനിക്ക് ആവശ്യമേ അതുണ്ടാവില്ല, അങ്ങനെയല്ലാത്ത പല കാര്യങ്ങളെ കൊണ്ട് നീ ജോലിയാവാറില്ലേ, അതുപോലെ എന്നെ കിട്ടില്ല. ഞാൻ ആവശ്യം മാത്രമേ ഇടപെടുകയുള്ളൂ എന്നർത്ഥം. ഫൈൻലീല പറയപ്പെട്ടാൽ മാ വാബിത്തുൽ കലാമില്ലദീ ലാ യഅ്നി ശഖ്സ, ഒരു വ്യക്തി ആ വ്യക്തിക്ക് കരുതാത്തൊരു സംസാരത്തിന് എങ്ങനെയാണ് ക്ലിപ്തമാക്കാൻ പറ്റുക? ആവശ്യമല്ലത്. അതെങ്ങനെയാ? ഫൽ ജവാബു, അതിന്റെ മറുപടി അന്ന ലാബിത്തു, അതിനുള്ള ലാബിത്ത് കുല്ലുമാലാ തദുഇലൈഹി ഹാജത്തുൻ ദീനിയത്തുൻ ഔ ദുന്യവിയത്തുൻ അല്ലാഹു അഅലം. ദുന്യവിയോ ഉഖ്റവിയോ ദീനിയായ ഒരു ആവശ്യം അതിലേക്ക് ക്ഷണിക്കുന്നില്ല. അങ്ങനെ ക്ഷണിക്കാത്ത ഏതെല്ലാം സംസാരങ്ങളുണ്ടോ അത് ആവശ്യമില്ലാത്ത സംസാരമാണ്. അങ്ങനെയല്ലാത്തൊരു സംസാരത്തിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാം. ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ആവശ്യമുണ്ടെങ്കിൽ അത് വേണം, അത് കരുതാം, അപ്പൊ സംസാരിക്കാം. ഇങ്ങനെയാണ് കൃത്യമാക്കുന്നത്. ومن أخلاقهم رضي الله تعالى عنهم, മഹാന്മാരുടെ മറ്റൊരു സ്വഭാവം അത്തറദ്ദുദു വസ്സകീനത്തു വൽ വഖാറു വഖില്ലത്തുൽ കലാമി. ഇതൊക്കെയാണ് മഹാന്മാർക്കുള്ളത്. പരസ്പര സ്നേഹം, അച്ചടക്കം, ബഹുമാനം, ആദരവ്, സംസാരക്കുറവ്. ഈ മൂന്നാല് കാര്യം അവരിലുണ്ട്. അതായിരിക്ക അങ്ങനെ സ്വഭാവം ഉണ്ടാകാൻ കാരണം എന്താ? ഈ കമാലി ഒക്കൂലിക്കും, അവർക്കുള്ള ബുദ്ധികൾ പരിപൂർണതയിലായിക്കൊണ്ട്. പരിപൂർണ ബുദ്ധിമാന്മാർക്ക് സ്നേഹിക്കാൻ കഴിയും, അടങ്ങിയിരിക്കാൻ കഴിയും, ബഹുമാനിക്കാൻ കഴിയും, സംസാരം കുറക്കാൻ കഴിയും. അവരുടെ കാലത്തുള്ള ആളുകളുമായി ഒരു പരീക്ഷ നടത്തി. കൂട്ടുകൂടി നോക്കുമ്പോൾ പല വിധത്തിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവരുടെ കാലക്കാരുള്ള അഹിലുകാരുമായി അവർ എന്തായി അയൽവക്കം കെട്ടി പരിശോധന കൂടുതൽ വന്നു. ഈ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ നാല് കാര്യം അവരിൽ ഉണ്ടായത്. ഒമിൻ കലാമി അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അമീറുൽ മുഅ്മിൻ അലിയാർ തങ്ങളുടെ കലാമിൽ പെട്ടതാണ്. യന്തഹി തൂറുൽ അബ്ദി ബി ഇസ്നതൈനി വ ഇശ്രീന സന വയന്തഹി അഖ്ലു ബി 28 സന വമാ ബഅദ ദാലിക ഇലാ ആഖിരി യൗമി ഇന്നമാ ഹുവ തജാറുബുൻ. ഒരു അടിമയുടെ വളർച്ച നീണ്ടുപോകല് 22 കൊല്ലത്തിൽ അങ്ങനെ നീണ്ടുപോകും. ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ അറ്റം അവസാനിക്കൽ എപ്പോൾ? 28 വയസ്സാകുമ്പോൾ ബുദ്ധി പരിപൂർണമായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 28 കഴിഞ്ഞാൽ പിന്നെ അവന്റെ ആയുഷ്കാലം വരെ ഒരു തജാറുബായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവക്കം കെട്ടി പരിശോധനയൊക്കെ നടത്തി അങ്ങനെ പോകലാണ്. അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തലുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളതായി പെട്ട ഒന്നാണ് ഈ മഹാന്മാർക്ക്. അതൊക്കെ ഉണ്ടായപ്പോൾ, ആ തജാറുബ് ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ പരീക്ഷിക്കാൻ കഴിഞ്ഞു. വലിമ അപ്പോൾ അറിയപ്പെട്ടു പോയി അന്ന കൊല്ലമൻകാന ഖലീലുൽ അഖ്ലി, അന്ന കൊല്ലമൻകാന ഖലീലൽ അഖ്ലി, ബുദ്ധി കുറഞ്ഞ ഏതൊരാളും ലാ യസ്ലഹു അൻ യകൂന ദാഇയൻ ഇലല്ലാഹി തആല, അള്ളാഹുവിന്റെ മതത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്നവരല്ല. ബുദ്ധി കുറവുള്ള ആൾക്കാരിന് പറ്റൂല, പ്രബോധനത്തിന് പറ്റൂല. എന്താ കാരണം? അന്നല്ലദീ യുഫ്സിദുഹു അക്സറു മിനല്ലദീ യുസ്ലിഹുഹു. ഈ ബുദ്ധി കുറഞ്ഞ ആള് പ്രബോധനം നടത്തുമ്പോ ആ പ്രബോധനം നടത്തുന്നതിനേക്കാൾ കൂടുതൽ നാശം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൻ നന്മ വിചാരിക്കുന്നു, ആ നന്മ നടത്തുന്നതിനേക്കാളും അധികവും ദീന നാശാക്കാനുള്ള പണി ഓരോരുത്തർ. കാരണം ബുദ്ധി കുറവല്ലേ. അതുകൊണ്ട് ഹദീസിൽ കാണാമല്ലോ. എന്ത് കാണാം? കറമുർ റജിലി ദീനുഹു വമുർഅതുഹു അഖ്ലുഹു വഹസ്ബു ഖുലുഖുഹു എന്നാണ്. ഒരു മനുഷ്യന്റെ മാന്യത അവന്റെ മതമാണ്. ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിയാണ്. ഒരു ഹസബ്, തറവാടിത്വം എന്നൊക്കെ പറയുമ്പോൾ അവന്റെ സ്വഭാവമാണ്. ഇത് മൂന്നും ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ പരിപൂർണം തന്നെയാണ്. അവന് സ്വഭാവം നന്നായി, ദീനും നന്നായി, മനുഷ്യത്വം ഉണ്ട്. അപ്പൊ ബുദ്ധി വേണം, ദീനും വേണം, സൃഷ്ടിപ്പ് റെഡിയാവും, അല്ല സ്വഭാവം നന്നാവണം.
അതുകൊണ്ട് തന്നെയാണ് ബുദ്ധി കുറഞ്ഞ ആള് പ്രബോധന രംഗത്ത് പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. വക്കാന ഖത്താദത്തു റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, എന്താ പറഞ്ഞ, അർറിജാലു സലാസത്ത്, മനുഷ്യന്മാരെ പരിശോധിച്ച് നോക്കുമ്പോൾ മൂന്നാളാണ് ആണെന്ന് പറയാനുള്ളത്. റജുലുൻ, ഒന്ന് റജുലാണ്, നിസ്ഫു റജുലിൻ, ഒന്ന് പകുതി റജുലാണ്, വലാ ഷൈഅ, ഒന്നുമല്ല, ആണുമല്ല പകുതിയല്ല, ആണുമല്ല പെണ്ണുമല്ലാത്ത രണ്ടും കെട്ടതല്ല മണിഞ്ഞെന്ന് അറിയാതെ. അങ്ങനെ മൂന്ന് വിഭാഗത്തിൽ ജനങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഞാൻ ആരാ റജുൽ എന്ന് പറയാൻ പറ്റുക? ആരാ റജുൽ പകുതി, ആരൊന്നും അല്ലാത്തോല്? റജുലു ഹുവ മങ്കാലഹു ആഖിലുൻ വറഇയുൻ യന്തഫഉ ബിഹി, ഉപകാരം കിട്ടുന്ന, ഉപകാരം ലഭിക്കുന്ന അഭിപ്രായങ്ങളും ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ ആൾ തന്നെയാണ്. അയാൾ അഭിപ്രായം മാനിക്കപ്പെടുന്നൊക്കെ പറയില്ലേ, അതൊരു അഭിപ്രായം പറയാൻ പറ്റുന്ന യോഗ്യനാണ്. അപ്പൊ ഒരാളാണ്, തന്റെ അടുത്തോട് കൈകാര്യം ചെയ്യും, ബുദ്ധിയുണ്ട്, ഇവനാണ് ആണ്. നിസ്ഫുർ റജുലി, പകുതി ആണാണ്, പകുതി പെണ്ണിന്റെ സ്വഭാവം. അതാരാ? ബുദ്ധിമാന്മാരുമായിട്ട് എന്ത് ചെയ്യും? ചർച്ച നടത്തും, കൂടിയാലോചന ഉണ്ടാക്കും, എന്നിട്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് ഇവൻ പ്രവർത്തിക്കും. അപ്പൊ ഇവൻ ആണായിരുന്നുവെങ്കിൽ ഇവര് പോരല്ലോ. അപ്പൊ അവരൊരാണെന്ന് പറയാൻ വെച്ച പകുതി ആണാണ്. എന്താണ്? ബുദ്ധിമാന്മാരും കൂടി ചർച്ച നടത്തി അഭിപ്രായപ്പെട്ട് പ്രവർത്തിക്കും. ഇത് പകുതിയാണ്. അതൊക്കെ സൂഫീസ കണക്കാണ്. വല്ലതീല ഷൈഅഹു വല്ലതീല അഖില വലാ റഅയ ലഹു വലാ യുശാവിറു അഹദൻ. ബുദ്ധിയില്ല, ഒരഭിപ്രായം പറയാൻ അതും കഴിയൂല, ആരെങ്കിലും കൂടിയാലോചന നടത്തോ അതുമില്ല. അങ്ങനല്ലാത്ത ലാ ഷൈഉ ഉണ്ട്. റജുല്, നിസ്ഫുർ റജുൽ, ലാ ഷൈ, ഇങ്ങനെ മൂന്നെണ്ണമാണ് മനുഷ്യൻ എന്ന് പറയുന്നു. ആര്? ഖത്താദ റളിയല്ലാഹു അൻഹു. വകാന സുഫിയാൻ ഇബ്നു ഉയൈന. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പേര് നമ്മൾ പരിശോധിച്ച് നോക്കണ്ടല്ലോ, ഈ മൂന്ന് കൂട്ടർ ഇന്നും ഉണ്ട്. വകാന സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, എന്താണ്? അഹറു ദവാബി ലാ ഗിന ലഹു അനി സൗതി വഅഖറു നിസാഇ ലാ ഗിന ലഹാ അനി സൗജി വഅഖറു റിജാലി ലാ ഗിന ലഹു അൻ മിശ്വറത്തിൻ ദിൽ അൽബാബ്. മൃഗങ്ങളിൽ നിന്ന് ഏറ്റവും ഓടിപ്പോയി ചാടുന്ന മൃഗം, അതിന് ശബ്ദത്തൊട്ട് ആവശ്യം തീരില്ല, അതിന് ശബ്ദമാണ് ഓടിപ്പോകുമ്പോ. അതുപോലെ സ്ത്രീകൾ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അവൾക്ക് ഒരു ഇണ വേണം. ബുദ്ധിയുള്ള സ്ത്രീ ആണെങ്കിൽ അവൾക്ക് ഒരു ഇണ വേണം, ഭർത്താവ് വേണം, അതിനെ തൊട്ടുള്ള ആവശ്യം തീരില്ല. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? ബുദ്ധിയുള്ള ആളുകളുമായി കൂടി ആലോചന നടത്തുന്നതിനെ തൊട്ട് അനാവശ്യം തീരൂല. ഇങ്ങനെയുള്ള ആളുകളാണ് അഖൽ റിജാൽ. അപ്പൊ ബുദ്ധിമാന്മാരുമായി കൂടി ആലോചന നടത്തുന്നവനാണ് അഖൽ ഉഖലാൻ. ഭാര്യയും ഭർത്താവുമായി കൂടി ജീവിക്കുന്നവരാണ് അഖൽ നിസായ്. മനസ്സിലായേ? അപ്പൊ ഇന്നത്തെ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറയുമ്പോ ബുദ്ധി ഇല്ലാന്നതിന്റെ അർത്ഥം. വകാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ യഖൂൽ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മൻ സ്വാറ യതദബ്ബറു മാ യഖൂലു ഖബ്ല നുത്ഖി ഫഹുവ അഖൽ നാസ് എന്ന് പറയാം. ഓരോ മഹാന്മാരുടെയും അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ആ അഭിപ്രായമൊക്കെ നമ്മൾ വായിച്ചാൽ അതൊക്കെ ഇന്നുണ്ട്, നമുക്ക് തിരിയും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ അറിയാമോ? ഒരു മനുഷ്യൻ സംസാരിക്കുന്നതിന് മുമ്പ് അവൻ പറയുന്ന കാര്യം എന്താണ് ചിന്തിക്കുന്നവനാണെങ്കിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത് പറയാൻ പറ്റുമോ അല്ലേ ചിന്തിക്കുക, പറഞ്ഞാൽ എന്തായിരിക്കും, ഗുണമുണ്ടോ അല്ലേ എന്ന്. ഇങ്ങനെ പറയുന്നതിന്റെ മുമ്പ് തന്നെ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ആലോചിക്കും. ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നവനുണ്ടെങ്കിൽ അവനാണ് അഖലുന്നാസ്. ഒറ്റടിക്കട് വിടൂല. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ? ബുദ്ധിയില്ലാത്തവനെ മാറും. വകാന മുത്തർറഫ് ബിൻ അബ്ദില്ലാഹി റഹിമഹുല്ലാഹു തആല യഖൂൽ, എന്ന മഹാൻ പറയുന്നത് എന്താണ്? ഉഖൂലുന്നാസി അലാ ഖദ്രി ഉസൂരിഹിം. അവരുടെ കാലത്തുള്ളതായിരിക്കുന്ന ആളുകൾ ആ കാലക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ജനങ്ങളെ ബുദ്ധി തീരുമാനിക്കാറ്. അപ്പൊ ആ കാലത്തുള്ള ജനങ്ങൾ ബുദ്ധി ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട്. ഓരോ കാലത്തിലും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാലക്കാരെ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരെ വിലയിരുത്തും പോലെ ബുദ്ധി മനസ്സിലാവുന്ന മൂപ്പര കാഴ്ചപ്പാട്. വഖദ് സുഇല അമീറുൽ മുഅ്മിനീൻ അലിയും കറമല്ലാഹു വജ്ഹഹു അനിൽ അഖ്ലി. ബുദ്ധിയെ കുറിച്ച് അലിയാർ തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായിന്ന്. ഐന മസ്കനുഹു, എവിടെയാണ് ഈ ബുദ്ധി സ്ഥിതി ചെയ്യുന്നത്? ഖാലബിൽ ഖൽബി, അത് ഹൃദയത്തിലാണെന്ന്. ഹൃദയത്തിന്റെ ഉള്ളിലാണ് ബുദ്ധിയുള്ളത്. ലഹു, അബു അലിയാർ തങ്ങൾ ചോദിക്കപ്പെടുകയുണ്ടായപ്പോ ഐന മസ്കൻ റഹ്മത്തി, കരുണ എന്ന് പറയുന്ന സാധനം എവിടെയാണ്?
ഹാലാബിൽ കബീർ, അത് കരളിലാണ്. കരുണ ഉണ്ടെങ്കിൽ നല്ല സ്വകാരിക്കും. കീരലഹു, മഹാനോട് ചോദിക്കപ്പെടുകയാണ്, അയന മസ്കുർ റഹ്ഫ, എവിടെയാണ് ഈ അലിവ് വരിക എന്നുള്ളത്. കാലവിത്വാലി, അത് പിന്നെ തിഹാലിലാണ്. തിഹാൽ എന്ന് പറഞ്ഞാൽ അകത്തടിച്ചിലാ നിൽക്കുക എന്നാണ്. കീരലഹു, മഹാനോട് ചോദിക്കപ്പെടുകയുണ്ടായ അയന മസ്കർ നഫസ്, എവിടെയാണ് ഈ ശ്വാസം. ആനാബിർ റസത്തി, അത് റസത്തിലാണ്. റസത്ത് എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം കിട്ടിയിട്ടില്ല. റസത്തിലാണ് അതുള്ളതെന്നാണ്. അപ്പൊ ബുദ്ധി സ്ഥിതി ചെയ്ത കൽബിലാണ്. അപ്പൊ കൽബ് നന്നായി റെഡിയായി നടത്തും. ഇങ്ങനെയാണ് അലിയാർ തങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത്. മഹാൻ പറയുന്നു, മൻ ഇദ്ദഅൽ അഖില, ഒരുത്തൻ ബുദ്ധിയുണ്ടെന്ന് വാദിച്ചു. വലം തകുൻ ഹിമ്മത്തു അൽ ആഖിറത, ബുദ്ധി ഉണ്ടായിരിക്കെ അവന്റെ മനക്കരുത്തും അവന്റെ ഉദ്ദേശവും അൽ ആഖിറത, ആഖിറമായില്ല. ഇതിന് നല്ല ബുദ്ധിമാൻ വാദിച്ചാൽ പോവക്കാദ്യം അവൻ കള്ളനാണ്. കാരണം ബുദ്ധിയുള്ളവരൊക്കെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. അത് ചിന്തിക്കാത്തവൻ കള്ളനാണെന്ന. ബുദ്ധി ഉണ്ടെന്ന് വാദിച്ചിട്ട് കാര്യമില്ല എന്നായി. വകാന മുഹമ്മദ് ബിൻ സിയാദ് റഹ്മഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, യഖൂലു ലാ യകുമുൽ അഖ്ലു റജുലി, ഒരു മനുഷ്യന്റെ ബുദ്ധി പരിപൂർണമാവുകയില്ല. അത്താ യഹ്ദറ മിൻ സ്വദീഖിഹി, അവന്റെ കൂട്ടുകാരനും പേടിക്കണം. അവന്റെ കൂട്ടുകാരൻ എപ്പോഴും അവനെ ചതിക്കാന്നറിയില്ല. എല്ലാ രഹസ്യങ്ങളും തുറന്നു കൊടുത്ത് എല്ലാത്തിനും കൂട്ടുകൂടിയാല് ഒരു നിമിഷം മതി തകരാൻ. തകർന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ രഹസ്യം പുറത്തു വരും, അവനെ തകർത്തിടും. അപ്പൊ കൂട്ടുകാരനെ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പേടി ഉണ്ടാകുമ്പോഴേ ബുദ്ധിയുള്ളവനാവുകയുള്ളൂ. ഒരാളെ ബുദ്ധി പരിപൂർണമാവണമെങ്കിൽ അങ്ങനെ വേണം. തന്നെ വിശ്വസിച്ച കൂട്ടുകാരൻ ഏത് നിമിഷവും എന്നെ ചതിക്കാൻ പറ്റിക്കാം എന്നൊരു ബോധം അവിടെ വേണം. അതനുസരിച്ച് കൊണ്ടായിരിക്കണം പെരുമാറേണ്ടത് എന്നർത്ഥം. മഹാൻ പറയുന്നു, മൻ അറാദ അൻ യൻദുറ ഇലാ ഖൗമിൻ ബിലാ ഉഖൂലിൻ ഫൽയൻദുർ ഇലൈനാ, ബുദ്ധി ഒന്നുമില്ലാത്ത ഒരു സമുദായത്തിലേക്ക് നോക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്നാ അവൻ നമ്മളെ കൊള്ള നോക്കട്ടെ എന്ന ഈസാം എന്നവർ പറയും. ഒരു ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, അത് വിനയമാണ്. അപ്പൊ അത്രത്തോളം ബുദ്ധിക്ക് സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുക. സിയാദ് റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലൈസ ബി ആഖിലി മൻ യഅ്താലുൽ അംരി ബഅദൽ വഖൂഇ, ഒരു കാര്യത്തിൽ പോയി വീണു അപകടത്തിൽ. എന്നിട്ട് ആ അപകടത്തിൽ പോയിട്ട് വീണിന് ശേഷം അതിന് കഴിച്ചിലാകാൻ വേണ്ടി എന്തൊക്കെയോ തന്ത്രം മെനഞ്ഞുണ്ടാക്കും. ഓനല്ല ബുദ്ധിമാൻ. അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. ഒരു അപകടം വരുന്നുണ്ട്, അത് അപകടമാണോ എന്ന് മണത്തറിയണം, എന്നിട്ട് അതിൽ പെടാതിരിക്കണം. പെട്ടിട്ട് പിന്നെ കഴിച്ചിലാ നോക്കിയിട്ട് വലിയ ബുദ്ധിമാന്ന് പറയാൻ പറ്റൂല. വൈന്നമൽ ആഖിലു മൻ യഅ്താലുൽ അംരി ഖബ്ലൽ വഖൂഇ ഫീഹി, അത്തരം ഒരു കാര്യങ്ങളിൽ അപകടത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാര്യം അതില്ലാതിരിക്കാൻ എങ്ങനെയൊക്കെ തന്ത്രം പ്രയോഗിക്കാൻ പറ്റുമോ അവനാ ബുദ്ധിമാൻ. അപ്പൊ അപകടത്തിൽ കഴിച്ചിലാകും, അതിൽ പെടൂല. കാരണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാൻ കഴിവുള്ളവൻ, ബുദ്ധിയുള്ളവൻ, കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയാത്തവനേക്കാൾ ഉന്നതൻ അവനല്ലേ. അതുകൊണ്ടാണ് ഫഅലം ദാലിക യാ അഖി, ആ വിഷയമൊക്കെ ശരിക്കും മനസ്സിലാക്ക് സഹോദര. ഒത്തബി സലബക ത്വാഹിറ, നിന്റെ മുൻകഴിഞ്ഞു പോയ മഹാശുദ്ധന്മാരായ ആൾക്കാരുണ്ട്. ആ ശുദ്ധന്മാരായ ആൾക്കാരെ പിൻപറ്റിക്കോ. എന്നാൽ തസ്തരിയോ, നിനക്ക് സുഖം കിട്ടും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിനാണ് സർവസ്വം എന്ന് പറഞ്ഞ് ആ വാക്കം അവിടെ കഴിഞ്ഞു. ഇങ്ങനെയായിരുന്നു ഈ മഹാന്മാർക്കുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ. ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ പറയണൊക്കെ നമുക്കും ബാധകമാണല്ലോ.